സന്ദേശം വേഗത്തിൽ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ വിവിധ പട്ടണങ്ങളിൽ വിവിധ ദേശങ്ങളിലിരുന്ന് ഞങ്ങളോട് ഒപ്പമായിരിക്കുന്ന നിങ്ങളെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് പകൽ നിങ്ങളെയും ദൈവാത്മാവ് നിങ്ങളോടും സംസാരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? മതി. നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ള സുപരിചിതമായ ഒരു വേദ ഭാഗങ്ങളാണ്. ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് ശാന്തമായി ചെറിയ ആലോചനകൾ നിങ്ങളോട് കൈമാറി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കണമേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് ഒന്നിലധികം സന്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രസംഗങ്ങളെയൊക്കെ പറ്റി പറയുന്നുണ്ടെങ്കിലും കാതലായ അപ്പോസ്തല പ്രവൃത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്നൊരു പ്രസംഗമെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഓടി വരുന്ന ഒരു പ്രസംഗമാണ് സ്തേഫാനോസിൻ്റെ പ്രസംഗം. തൻ്റെ മരണം മുന്നിൽ കണ്ടിട്ട് മഹാപുരോഹിതന്മാരുടെ മുൻപിൽ മരണത്തെ മുന്നിൽ കണ്ടിട്ട് യഹൂദ ജനത്തിൻ്റെ മുൻപിൽ കല്ലെറിയാൻ കല്ലുമായി നിൽക്കുന്ന ജനത്തിൻ്റെ മുൻപിൽ വീറോടെ ആവലോടെ തെല്ലും ഭയമില്ലാതെ ദൈവത്തെ ദൈവിക പദ്ധതികളെയും പറ്റി ഉയർത്തുന്ന ഒരു കാതലായ സന്ദേശമാണ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം എന്ന് പറയുന്നത്. അതിനകത്ത് സ്തേഫാനോസ് തൻ്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ താൻ അബ്രഹാമിൻ്റെ ചരിത്രം പറഞ്ഞ് ഇങ്ങനെ തുടങ്ങി മിസ്രയീമി അടിമത്തത്തിൻ്റെ കാലഘട്ടമൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പോൾ സ്തേഫാനോസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സ്തേഫാനോസിൻ്റെ നാവിലൂടെ സംസാരിക്കുന്ന ഒരു പദം നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 17-ാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്നൊരു പ്രത്യേകമായൊരു പദമുണ്ട്. വചനം വ്യക്തമായി പറയുന്നു, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത കാലമെടുത്തപ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് ദൈവസഭയോട് കൈമാറാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നൊരു ദൂത് ഇങ്ങനെയാണ്. ദൈവം പിതാക്കന്മാരോട് കൈമാറിയ വാഗ്ദത്തകാലമുണ്ട്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഇന്ന് പകൽ വാഗ്ദത്തം കേട്ട എത്ര പേരുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മളെല്ലാവരും വാഗ്ദത്തം കേട്ടവരാണ്, വാഗ്ദത്തം കേട്ടിറങ്ങി തിരിച്ചവരാണ്. പക്ഷെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കേട്ട വാഗ്ദത്തങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയാത്ത ഏതൊക്കെ സാഹചര്യങ്ങളിലകത്തായിരിക്കാം ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നത്. ഓൺലൈനിലൂടെ എന്നെ കേൾക്കുന്നവർ, കാണുന്നവർ, നിങ്ങളായിരിക്കുന്ന മേഖല ഒരുപക്ഷെ നാളുകളിൽ അല്ലെങ്കിൽ ഇന്നിൻ്റെ അവസ്ഥകളിൽ വാഗ്ദത്തം കേട്ട വാഗ്ദത്തവും നിങ്ങൾ ജീവിക്കുന്ന ജീവിതവുമായി താരതമ്യപ്പെടുത്താൻ യാതൊരു സാഹചര്യവുമില്ലാത്ത ഒരു ദിനരാത്രങ്ങളായിരിക്കാം നാം കടന്നു പോകുന്നതെങ്കിലും ഇന്ന് പകൽ ഉറപ്പിച്ചും തറപ്പിച്ചും ഒരാലോചന ഞാൻ പറയാ. എൻ്റെ ദൈവ വാഗ്ദത്തം പറഞ്ഞത് നിന്റെ സാഹചര്യം നോക്കിയല്ല, നിന്റെ കാലഘട്ടം നോക്കിയല്ല, നിന്റെ ഇന്നിന്റെ അവസ്ഥ കണ്ടിട്ടല്ല. എൻ്റെ ദൈവം വാഗ്ദത്തം പറഞ്ഞത് അവൻ നാളെ നീ ആരായി തീരുമെന്നോർത്താണ്. ഇന്ന് പകൽ വിശ്വാസമുണ്ടെങ്കിൽ കരമടിച്ചോ, വൈകളെ തുറമോ, ദൈവത്തിന് ആരാധന കൊടുക്കണം. കാരണം എൻ്റെ ദൈവം ഇന്ന് നോക്കി പ്രവചിക്കുന്നവനല്ല, ഇന്ന് നോക്കി മാർക്കിടുന്നവനല്ല. നിന്റെ മാളകളെ അറിയുന്ന ആ നല്ല കർത്താവിന് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ ആത്മനിറവിൽ പറ, എൻ്റെ മാളകളെ അറിയുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ഇമ്മിനെ അറിയുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ഇമ്മലകളെ അറിയാവുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പറ, അവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് നാളുകളെ ഓർത്ത് ഭയമില്ല, എൻ്റെ മാളകളെ ഓർത്ത് എനിക്ക് ആകുലതയില്ല. നാളുകൾ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അത് സുരക്ഷിതമാണ്.
Hallelujah. നമ്മൾ ഇന്നിനെ ഓർത്ത് നെടുവീർപ്പിട്ട് ജീവിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ നാളുകളെ അറിയാൻ കഴിയില്ല. പക്ഷെ ഏതൊക്കെ പ്രവാചകനിലൂടെ, ഏതിലൊക്കെ ദൈവദാസന്മാരിലൂടെ, ഏതൊക്കെ രാത്രികളിൽ നാം മുഴങ്ങാലിരുന്ന് കരഞ്ഞപ്പോ, വചനം ധ്യാനിച്ചപ്പോ ദൈവം നമ്മോടിടപെട്ട വാഗ്ദത്തങ്ങളില്ലേ, അതല്ലേ നമ്മുടെ നാളുകളെ ജീവിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഇന്നിന്റെ അവസ്ഥകളാണോ, ഇന്നിന്റെ കണ്ണുനീരിന്റെ താഴ്വരകളാണോ, ഇന്നത്തെ മരണത്തിന്റെ താഴ്വരകളാണോ നമ്മെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അല്ലേ അല്ല. ഏതൊക്കെ മേഖലകൾക്കകത്ത് ശൂന്യമായിരുന്നപ്പോ നമ്മെ തേടി വന്ന ആ ദൈവ ശബ്ദമല്ലേ നമ്മെ നാളുകളെ ഓർത്ത് ജീവിപ്പാ നമ്മെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ സ്നേഹാനോസ് പറയുന്നു, അബ്രഹാമിന്റെ വാഗ്ദത്തക്കാലം അടുത്തു എങ്കിൽ ഇന്ന് പകൽ നമുക്ക് ദൈവം വച്ചിരിക്കുന്ന ഒരു വാഗ്ദത്തത്തിന്റെ കാലമുണ്ട്. അതിന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വാഗ്ദത്തം പറഞ്ഞവർ അത് നിവർത്തിപ്പാൻ ശക്തനാണ്. ഇന്നത്തെ കണ്ണുനീർ മാറും കുഞ്ഞ്, ഇന്നത്തെ വേദന മാറും കുഞ്ഞ്, ഇന്നത്തെ അപമാനം മാറും കുഞ്ഞ്, ഇന്നത്തെ ഉടച്ചിലുകൾ മാറും കുഞ്ഞ്, ഇന്നത്തെ ഞെരുക്കം മാറും കുഞ്ഞ്. ദൈവിക വിശാലതയിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും കരം പിടിച്ചു കയറ്റു. ആ നല്ല മാളയോർത്ത് ഇന്ന് പകൽ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഇന്നത്തെ സാഹചര്യം കൊണ്ട് എത്രയോ പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഒന്ന് മരിച്ചാ മതിയായിരുന്നു. എത്രയോ പ്രാവശ്യം വീട്ടിനകത്ത് പ്രതികൂലങ്ങൾ വന്നപ്പോ, രോഗത്തിന്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോ എത്രയോ പ്രാവശ്യം നമ്മോട് തന്നെ ചോദിച്ചു, ഒന്ന് കർത്താവ് ഈ പ്രാണനെ എടുത്തിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന്. പക്ഷെ എവിടെയൊക്കെ മരണം കൊതിക്കുമ്പോഴും ഏതൊക്കെ വേദനയുടെ അകത്തളത്തിൽ നാളുകളെക്കുറിച്ച് പ്രത്യാശയുടെ വാഗ്ദത്തത്തിനകത്ത് നമ്മെ ജീവിപ്പിക്കാൻ ആഗ്രഹിപ്പിക്കുന്ന, നമ്മെ ജീവിപ്പിക്കാൻ കൊതിപ്പിക്കുന്ന ഒരു ഘടക എൻ്റെ ദൈവത്തിന് എൻ്റെ ഭാവി അറിയാവുന്ന നാളുകൾ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതമെന്ന ആ ഉറപ്പല്ലേ, ആ ധൈര്യമല്ലേ, ആ ധൈര്യം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽ മനുഷ്യൻ മാറിയാൽ, ലോകം നിനക്കെതിരെ തിരിഞ്ഞാൽ, എത്ര വലിയ പരാജയത്തിൽ ആണ് നീ എങ്കിൽ ഇന്ന് പകൽ ഒരു ദൂത് പറയാ, നിന്റെ വാഗ്ദത്തക്കാല അടുത്തു കഴിഞ്ഞ അഗതിയെ കുപ്പയിൽ നിന്നുയർത്തി രാജാക്കന്മാരുടെ ഇടയിലിരുത്തുമ്പോൾ നിന്റെ കൂടാരത്തെ തേടി അഭിഷേകത്തിന്റെ മിറവ്, വാഗ്ദത്തത്തിന്റെ മിറവ് വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. അടങ്ങിയിരിക്കരുത്. എന്നോട് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് ഇടപെട്ടൊരു ശബ്ദമുണ്ട്, കുഞ്ഞെ നീ ദൈവസഭയോട് പ്രവചിക്ക്. ചില വാഗ്ദത്തങ്ങൾ, അതിന്റെ കാലഘട്ടങ്ങൾ അത് സമാധിയിലേക്ക് എത്തിക്കഴിഞ്ഞു, അതെത്തിക്കഴിഞ്ഞു. കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ, കൈകൊണ്ട് തൊടക്കത്തക്ക രീതിയിൽ നിന്റെ അടുക്കൽ, നിന്റെ കുടുംബത്തിന്റെ അടുക്കൽ, നിന്റെ തലമുറയുടെ അടുക്കൽ എങ്ങനെയോ ഇന്ന് പകൽ ആത്മാവിനോട് പ്രതികരിക്കുക. ഇന്ന് പകൽ ആത്മാവ് ചലിക്കുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ഇന്ന് പകൽ കാലഘട്ടങ്ങളെ തിരിക്കുമ്പോ വാഗ്ദത്തങ്ങൾ ഇവനകത്ത് വെളിപ്പെടട്ടെ. കാലഘട്ടങ്ങളെ തിരിക്കുന്ന ചില വാഗ്ദത്ത നിവർത്തികൾ അബ്രഹാമിനോട് അരുളി ചെയ്തതുപോലെ, ഇസ്ഹാക്കിനോട് അരുളി ചെയ്തതുപോലെ, യാക്കോബിനോട് അരുളി ചെയ്തതുപോലെ പിതാക്കന്മാർ കേട്ട ചില വാഗ്ദത്തത്തിന്റെ നിവർത്തിയിലേക്ക് ദൈവസഭ ഇന്ന് പകൽ കടക്കുകയാണ്. ദൈവസഭ
കടക്കുന്നു, കടക്കുന്നു, കടക്കുന്നു. പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോ. ഇന്നു പകൽ അസാധാരണമായൊരു ദൈവശക്തി, ദൈവ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ആമേൻ. ഈറനണിഞ്ഞ കരമായി ഈ പ്രസംഗം കേൾക്കുന്ന ആരൊക്കെയുണ്ട്? തലമുറയുടെ ഭാവിയെ ഓർത്ത്, നിന്റെ വീട്ടിന്റെ സാഹചര്യത്തെ ഓർത്ത്, നിന്റെ ശരീരത്തിന്റെ അവസ്ഥയോർത്ത് കരയുന്ന ചിലവിനോട് ആത്മാവ് ഇന്ന് പകൽ പ്രവചിക്കുക. നിന്റെ ഇന്ന് നോക്കരുത്, നിന്റെ നാളെയുടെ തലങ്ങളുടെ എന്റെ ദൈവത്തിന്റെ കരം ധാരാ ക്ഷീരബലധുര വൈഡബലധുര ഘടകധുരമാറിമനാറികബ അത്ഭുത വൈഡബലം ഘടകധുരമാറിമനാറികബ രാധ 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 ശബാലധൂര ധാര ധാര ധാര. ആരും ഇതിനകത്ത് മൗനമായിരിക്കരുത്. കരമടിച്ചു വായ്കളെ തുറമ കർത്താവിനോട് ഏൽപ്പിച്ചു കൊടുക്ക. വചനം പറയുന്നു, ദൈവാത്മാവ് സദാകാലം മനുഷ്യരോട് വാദിക്കത്തില്ല. ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുമ്പോ ഇന്ന് പകൽ ഈ ദൂത് പിടിച്ച നിന്റെ ചരിത്രം മാറ, നിന്റെ ചരിത്രം മാറ. 3 പുരുഷന്മാർ അബ്രഹാമിന്റെ കൂടാരത്തിൽ വന്നിട്ട് അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, നിന്റെ ഭാര്യയായ സാറ എവിടെ? അബ്രഹാം പറഞ്ഞു, അവൾ കൂടാരത്തിനകത്താണ്, അവളുടെ ഉദരം നിർജീവമാണ്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ വാഗ്ദത്തകാലം അടുത്തു. അടുത്ത ആണ്ട് ഇതേ സമയമാകുമ്പോ നിന്റെ ഭാര്യ നിനക്കൊരു വാഗ്ദത്തത്തെ ആരോടൊക്കെ ദൈവം പ്രവചിക്കുക. അടുത്തയാണ്ട് ഇതേ സമയമാകുമ്പോ നിന്റെ കൂടാരത്തിനകത്ത് വാഗ്ദത്തത്തിന്റെ ഇസകം പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഇന്ന് പകൽ വാഗ്ദത്തങ്ങൾ മുളപൊട്ടി പുറത്തു വരുന്നു. വാഗ്ദത്തങ്ങൾ മുളപൊട്ടി പുറത്തു വരുന്നു. വാഗ്ദത്തങ്ങൾ മുളപൊട്ടി പുറത്തു വരുന്നു. ചില ദൈവിക പദ്ധതികൾ ആലയത്തിനകത്ത് വെളിപ്പെടുകയാണ്, 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 വെളിപ്പെടുകയാണ്. അബ്രഹാമേ, നിന്റെ കൂടാരത്തിനകത്ത് നീ കേട്ട വാഗ്ദത്തം എല്ലാം ഉള്ളപ്പോഴല്ല, ഒന്നുമില്ലാത്ത ശൂന്യമായിരിക്കുമ്പോ നീ കേട്ടത് നിന്റെ തലമുറകളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് കാണത്തക്ക രീതിയിൽ mighty presence. Viva la
ദൈവത്തോടെ ഞാൻ പറയട്ടെ, നിന്റെ അവസ്ഥ കണ്ട നീ നിന്റെ ജീവിതത്തെ വിധി എഴുതി തള്ളരുത്. നിന്റെ മക്കളെ നീ വിധി എഴുതി തള്ളരുത്. നിന്റെ കുടുംബത്തെ നീ വിധി എഴുതി തള്ളരുത്. മനുഷ്യന്റെ മുൻപിൽ ഇന്നത്തെ അവസ്ഥയുമായി നീ പോയാൽ മനുഷ്യൻ പറയും, നീ ഇത്രയാകത്തുള്ളൂ, നിന്റെ കുടുംബം ഇത്രയാകത്തുള്ളൂ, നിന്റെ തലമുറയ്ക്ക് ഇത്രയാകാൻ കഴിയത്തുള്ളൂ, നിനക്ക് ഇന്നവരെ എത്താൻ കഴിയത്തുള്ളൂ, ഇതിനപ്പുറം നിനക്കൊരു ജീവിതമില്ല. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ നിന്റെ ഇന്നലകളെ മാത്രമല്ല, അവൻ നിന്റെ ഇന്നിനെ മാത്രമല്ല, നിന്റെ നാളകളെ അറിയുന്നവനാണ് എൻ്റെ ദൈവം. നിന്റെ വാളകളെ അറിയുന്നവനാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ്റെ അടുക്കൽ കരഞ്ഞവൻ്റെ മാളകളെ മനുഷ്യന് വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിൽ അവർണ്ണനീയമാക്കി മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ മനുഷ്യന്റെ മുൻപിൽ കൈ നീട്ടുന്നത് നിർത്ത്, കരയുന്നത് നിർത്ത്, സങ്കടം പറയുമ്പോൾ നിർത്ത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തി കരയ. നിന്റെ ജീവിതത്തെ വർണ്ണിക്കാൻ ഒരു മനുഷ്യനെ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഗരികതയുടെ ഈ തില്ലമായ മെസപ്പൊട്ടേമിയയുടെ മണ്ണിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു വിളി കേട്ടൊരു പിതാവ് ഇറങ്ങുമ്പോൾ പറഞ്ഞതാ, നീ ഉപേക്ഷിക്കണം. എന്താ? നിന്റെ പിതൃഭവനത്തെ, ചാർച്ചക്കാരെ, സകലത്തെയും ഉപേക്ഷിച്ചിട്ടിറങ്ങണം. ആമേ. ആ പിതാവ് സകലത്തെയും ഉപേക്ഷിച്ചിറങ്ങി. അവനോട് പറഞ്ഞത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. ആ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതികൾക്കും അവകാശമാക്കി തരാം. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ട് പിതാവ് ഇറങ്ങി തിരിച്ചു. കഴിഞ്ഞ 25 വർഷങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ മറക്കാതെ ചെയ്തൊരു കാര്യമുണ്ട്. അവൻ എവിടെ പോയാൽ യാഗപീഠം പണിയ, ദൈവത്തിന്റെ നാമത്തിൽ ആരാധന അർപ്പിക്കുക. എന്റെ ഭാഷയിൽ പറഞ്ഞ ആരാധന മറക്കാത്തൊരു പിതാവ്. ആമേ. വിടേണ്ടത് വിടാൻ പറഞ്ഞപ്പോ സകലത്തെയും വിട്ടിറങ്ങിയ ഒരു നല്ല പിതാവ് നാളുകൾ കഴിഞ്ഞപ്പോ വാഗ്ദത്തം അവന്റെ ജീവിതത്തിൽ എന്തെന്ന് പോലും അറിയാൻ കഴിയാതെ അനേകരുടെ മുൻപിൽ ഒരു ചോദ്യ ചിഹ്നമായൊരുവൻ മാറുമ്പോൾ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിയ ലോത്ത്, അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ലോത്തേ, ഇനി നമ്മൾ ഒരുമിച്ച് പോയാൽ ശരിയാകില്ല. ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നു. ഇനി നിന്റെ ആടുമാടുകളും നിന്റെ ദാസീദാസന്മാരുമായി ദേശമൊത്തോ നമ്മുടെ മുൻപിലിരിക്കുക. നിനക്ക് ബോധിച്ചിടത്തേക്ക് പോകാം. ലോത്തിനോട് അങ്ങനെ പറയുമ്പോ ലോത്ത് ദേശം ചുറ്റി നോക്കിയിട്ട് പറഞ്ഞു, ഈ നീരോട്ടുള്ള ദേശം എനിക്കും എൻ്റെ തലമുറകൾക്ക് വേണം. അബ്രഹാം നോക്കിയപ്പോ വിളി കേട്ടിറങ്ങിയത് അബ്രഹാമാ, പക്ഷേ അനുഗ്രഹം കണ്ണിന്റെ മുൻപിൽ പ്രാപിച്ചത് ലോത്താണ്. ലോത്ത് നീരോട്ടോളമല്ല, അവൻ സ്ഥലത്തേക്ക് പോകുമ്പോ കേട്ടോണോ, അവിടെ മുത്തുകുത്തി അബ്രഹാം തലാഴ അവൻ കാലിനിടയിലേക്ക് തിരികെ വെച്ച് മുകളിലോട്ട് പോലും നോക്കാൻ കഴിയാതെ അബ്രഹാം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാക്ഷാലുടയവൻ അബ്രഹാമിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ എങ്ങോട്ടാ നോക്കുന്നേ? നിന്റെ നോട്ടം മുഴുവനും നിന്റെ ഇല്ലായ്മകളിലാണല്ലോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ നോട്ടം മുഴുവനും നമ്മുടെ ഇല്ലായ്മകളിലാണ്. ഹലോ, നമ്മുടെ വീട്ടിനകത്തെ ഇല്ലായ്മകളിലാണ്. നമ്മുടെ പേശിനകത്ത് ഇല്ലാതെ പോയ നന്മയോർത്താണ്.
നാളെ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ സ്കൂളിൽ വിടും, അവനെങ്ങനെ അഡ്മിഷൻ വാങ്ങും എന്നൊക്കെ ഇല്ലായ്മകളെ ഓർത്ത് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഞാൻ എങ്ങനെ നടക്കും, എൻ്റെ ജീവിതത്തിൽ വന്നു പോയ രോഗത്തെ ഞാൻ ഏത് വൈദ്യനെ കൊണ്ട് ചികിത്സിച്ചു മാറ്റും. നൂറുകണക്കിന് ഇല്ലായ്മകളിൽ നമ്മുടെ കണ്ണോടുമ്പോ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്നെ വിളിച്ചത് ഇല്ലായ്മ നോക്കാനല്ല, നിന്നെ വിളിച്ചത് ഈ ഭൂമിയെ നോക്കാനല്ല, ഈ ലോകത്തിലേക്ക് നോക്കിയാ നിനക്ക് നിന്റെ ജീവിതം ശൂന്യമായ മോനത്തുള്ളൂ. നിന്നെ വിളിച്ചത് ഈ ഭൂമിയുടെ നന്മ അന്വേഷിക്കാനല്ല. അബ്രഹാമേ, നീ എഴുന്നേക്ക്, ഞാൻ നിന്നെ നോക്കേണ്ട ഇടം കാണിച്ചു തരാ. നീ ആകാശത്തിലേക്ക് നോക്ക്, ആകാശത്തിലേക്ക് നോക്ക്. ആരൊക്കെ ഞാൻ ചലഞ്ച് ചെയ്യുക, മനുഷ്യനെ നോക്കുന്നത് മറുത്ത് ആകാശത്തിലേക്ക് നോക്ക്. അർത്ഥമാനഘടക 2024 നാം ഈ ഭൂമിയിൽ അനേകരെ നോക്കിയില്ലേ? ഉപവസിക്കുമ്പോഴും നാം പറഞ്ഞത്, ഇന്ന വ്യക്തി എനിക്ക് ആ നന്മ തരും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ഇടപെടും. ഹലോ, ഇന്ന വ്യക്തി എനിക്ക് വേണ്ടി വഴി തുറക്കും. നോ 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 നോ. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, മനുഷ്യനെ അല്ല നീ നോക്കേണ്ടത്, നീ സ്വർഗത്തിലേക്ക് നോക്ക്. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. ജീവിതം അവർണ്ണനീയമായി മാറണോ? ശുശ്രൂഷ അവർണ്ണനീയമായി മാറണോ? നീ പാടുന്ന, നീ പ്രസംഗിക്കുന്നത്, നീ ശുശ്രൂഷിക്കും, നീ പ്രവചിക്കുന്നത്, മാതാവേ മുഴങ്കാലിരുന്ന് കരയുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി അവർണ്ണനീയമായി മാറണോ? ലോകം പറയണോ അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന്, അവന്റെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു എന്ന്, അവന്റെ തലമുറകളെ അവരെങ്ങനെ വളർത്തിയെന്ന് ലോകം ചോദിക്കണോ? ഇന്ന് പകൽ ദൈവം പറയുക, മനുഷ്യനെ നോക്കരുത്, ദൈവത്തെ നോക്ക്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ സ്വർഗത്തിലേക്ക് നോക്ക്. സങ്കീർത്തനക്കാരൻ പറയുന്നു, പലപ്പോഴും നമ്മൾ വായിച്ചു വിടാറുണ്ട്, ഞാൻ എൻ്റെ കണ്ണ്, ഹലോ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇന്ന് പകൽക്കാലം കേട്ടോ, സങ്കീർത്തനക്കാരൻ മുട്ടുകുത്തിയിട്ട് നോക്കി, ഈ ഭൂമിയിൽ അനേക പർവ്വതങ്ങളുണ്ട്. കണ്ടിട്ടില്ലേ? മനുഷ്യർ തീർത്ഥാടനങ്ങൾ തേടി ദൈവങ്ങളെ തേടി പോകുന്നത് അനേകം മലകളിലാണ്. ആ മലയിൽ പോയാൽ വിടുതൽ കിട്ടുക, ഈ മലയിൽ പോയാൽ വിടുതൽ കിട്ടുക, ആ കുന്നിൽ പോയാൽ വിടുതൽ കിട്ടുക, അവിടെ പോയാൽ വിടുതൽ കിട്ടുക, ഇവിടെ പോയാൽ വിടുതൽ കിട്ടുക. അനേക പർവ്വതങ്ങളെ തേടി സങ്കീർത്തനക്കാരൻ പോയിട്ട് അവസാനം പറയുക, ആ പർവ്വതത്തിലില്ല വിടുതൽ, ആ പർവ്വതത്തിലില്ല എന്റെ സഹായം, എന്റെ സഹായം ആകാശത്തെയോ. മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ കൂടപ്പറപ്പേ, നിന്റെ സഹായ ഒരു മലയിലുമില്ല, ഒരു കുന്നിലുമില്ല. നിന്റെ സഹായ ആകാശത്തെയോ ഭൂമിയെയോ ഉണ്ടാക്കിയ യഹോവയിൽ. ഇന്നു പകൽ ലോകമനുഷ്യൻ മലയെ തേടി നടക്കുമ്പോൾ, ലോകമനുഷ്യൻ അവിടെ ദൈവമുണ്ട്, ഇവിടെ ദൈവമുണ്ട്, ഇവിടെ ദൈവപ്രവൃത്തിയുണ്ട്, അവിടെ പോയാൽ വിടുതലുണ്ട്, ഇവിടെ പോയാൽ വിടുതലുണ്ടെന്ന് പറഞ്ഞ് നടക്കുമ്പോ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ അനേകം മലകളിൽ അന്വേഷിച്ചു, അവിടെ നിന്നൊന്നും എൻ്റെ സഹായം വന്നില്ല.
അവിടെ നിന്നൊന്നും എൻ്റെ വിടുതൽ വന്നില്ല. സങ്കീർത്തനക്കാരൻ അവസാനം സറണ്ടർ ചെയ്തിട്ട് പറയുക, എൻ്റെ സഹായം വന്നത് ആകാശത്തെയോ ഭൂമിയെയോ സൃഷ്ടിച്ച ദൈവത്തിനാണ്. ഇന്ന് പകൽ ഈ ലോകത്തിൽ ഒരു മലയും കുന്ന് ഒരു താഴ്വരകളുമല്ല നിനക്ക് വിടുതൽ കൊണ്ടുവരുന്നത്. ഇന്ന് പകൽ നിനക്ക് വിടുതൽ കൊണ്ടുവരുന്നത് സാക്ഷാൽ ഉദയവനാണ്. അർഹതയില്ലാത്ത ജീവിതം ജീവിക്കണോ? ഞാൻ പറയാറുണ്ട്, ജനിച്ചത് ചിറ്റപ്പുരയിലാ, മരിക്കുന്നതും ചിറ്റപ്പുരയിലാണെങ്കിൽ നമ്മൾ ജീവിച്ച ജീവിതം കൊണ്ട് അർത്ഥമില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? സ്തോത്രം പറഞ്ഞില്ല? ജീവിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാ, ജനിച്ച കാലം മുതൽ സാഹചര്യമൊക്കെ ഇങ്ങനെയാ, ഒരു നന്മയും കയ്യിലില്ല. അങ്ങനെയാണോ നീ മരിക്കുന്നതെങ്കിൽ ദൈവത്തെ പഠിച്ചിട്ട് കാര്യമില്ല. നീ വാഗ്ദത്ത കാലത്തിലേക്ക് എത്തിയില്ല, വാഗ്ദത്ത കാലത്തിലേക്ക് എത്തിയില്ല. എൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്നവന് വേണ്ടി ദൈവം ഒരുക്കുന്നത് ഈ ഭൂമിയിലെ നന്മയല്ല. സ്തോത്രം അറിഞ്ഞില്ല? ഈ ഭൂമിയിലെ മന്മയല്ല. ഒരുവൻ ദൈവ വിളി കേട്ടിറങ്ങിയ അവനോട് നോക്കാൻ പറയുന്നത് ഈ ഭൂമിയിലെ നിക്ഷേപങ്ങളെയല്ല. അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തിന്റെ മന്മ നോക്ക്, ആകാശത്തിന്റെ മന്മ നോക്ക്. ഈ നക്ഷത്രങ്ങൾ പോലെ നിന്റെ തമ്പവികളെ ഞാൻ ഈ ഭൂമിയിൽ പെരുക്കും. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത അവറാച്ചം വല്ലതും കൊണ്ടുവരുമെന്ന, നമ്മുടെ ചിന്ത സൂസമ്മ വല്ലതും കൊണ്ടുവന്ന് നമ്മൾ വിടിവിക്കപ്പെടുമെന്ന. ഈ കെട്ട് പൊട്ടാത്തെടുത്തോളം കാലം നിന്റെ ജീവിതം നീ എഴുന്നേറ്റ് നിൽക്കില്ല. ഇന്ന് പകൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നിർത്ത്, അവനിലിടുന്ന ആഗ്രഹം നിർത്ത്, മുഴങ്ങാലിരുന്ന് കരയ. എങ്കിൽ ഇന്ന് പകൽ ദൈവം ദൈവസഭയോട് പറയുക, സ്വർഗീയ ഭണ്ഡാരത്തെ തുറന്ന ദൈവം സ്ഥലം പോരായിക വരികയോട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ ദൂത് പിടിക്കാമെങ്കിൽ പിടിച്ചോ കേട്ടോ. പ്രാർത്ഥിക്കുന്ന തലമുറകൾ ഇതിനകത്തുണ്ടെങ്കിൽ, കരയുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഈ ദൂത് പിടിച്ചോ. സ്വർഗം തുറന്ന് സ്ഥലം പോരായിക വരികയോളം ഓ റീബ രാധ രാധ രാഘമാന. ചില കൂടാരങ്ങളുടെ മേൽ അർഹതയില്ലാത്ത ഭവനങ്ങൾ വെളിപ്പെടുന്നു, അർഹതയില്ലാത്ത ഭാവികൾ വെളിപ്പെടുന്നു. എന്നോട് ദൈവസഭയമാക്കി പ്രവചിക്കാൻ പറയുന്നു, പണിയാത്ത ബിൽഡിങ്ങുകൾ, പണിയാത്ത ബിൽഡിങ്ങുകൾ ദൈവസഭ അവകാശമാക്കുന്നു. ഓ, ദൈവസഭ അവകാശമാക്കുന്നു. മക്കളെ പിടിക്കാമെങ്കിൽ പിടിച്ചോ. കടലിന്റെ ആഴങ്ങളിലുള്ള മന്മകൾ നിന്റെ കൂടാരത്തിൽ. ഓ റീബാരാദ ലൈഡാബാന റീഗരേ ചീഗമാന റീബരവൈഡേ അത്തുരവൈഡ ചീമാനാദ റീബരേ ചീകധാര റീബരാബ ജീവരാബേ.
Yes, yes. Yes, yes. Echo. Rimale. Shigama. Ridala. 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 Shigame. Paniyata. 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 കെട്ടിടങ്ങൾ സഭ അവകാശമാക്കുന്നു. രാജ്യങ്ങൾക്കപ്പുറം, പട്ടണങ്ങൾക്കപ്പുറം, ദേശങ്ങൾക്കപ്പുറം വലിയൊരു കൊയ്ത്ത്, വലിയൊരു കൊയ്ത്ത്, വലിയൊരു പെരുക്കം. വലിയൊരു പെരുക്കം. മരിയോ മൾട്ടിപ്ലിക്കേഷൻ. പിടിക്കാമെങ്കിൽ പിടിച്ചോ മക്കളെ, പിടിക്കാമെങ്കിൽ പിടിച്ചോ. ലൈവിലൂടെ എന്നെ കാണുന്നവർ ഈ ഭൂതിന് ആമേൻ പറയാമെങ്കിൽ ആമേൻ പറഞ്ഞു. ഞാൻ സ്വർഗ്ഗം തുറക്കുന്നു. സ്വർഗീയമായ നന്മകൾ. Something heavenly. Something heavenly. നീ പണിയാത്തത്, നീ നടാത്തത്, നീ കുടിക്കാത്തത് നീ അവകാശമാക്കാൻ പോകുന്നു. നീ അവകാശമാക്കാൻ പോകുന്നു. ആമേൻ. നീ അവകാശമാക്കാൻ പോകുന്നു. രാജ്യങ്ങൾക്കപ്പുറമുള്ള നന്മകൾ, രാജ്യങ്ങളുടെ അപ്പുറമുള്ള നന്മകൾ. എന്നോട് ദൈവാത്മാ പറയുന്നു, ചിലരുടെ വാഗ്ദത്ത കാലം അടുത്തു. ചിലരുടെ വാഗ്ദത്ത കാലം അടുത്തു. ഈ പദം നീ അടിവരയിട്ടോണം. നിന്റെ വാഗ്ദത്ത കാലം അടുത്തു. ദൈവവചനം പറയുന്നു, യഹോവ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്ത കാലം അടുത്തുവെങ്കിൽ ഇന്ന് പകൽ ഇരു കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. ഒന്നുയർത്തിയാട്ടെ. അബ്രഹാമിന്റെ പേര് മാറ്റിയിട്ട് നിന്റെ പേര് പറ. യഹോവ സബിനോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തു. യഹോവ സബിനോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തു. യഹോവ സബിനോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തു. അടുത്താലുള്ള പ്രത്യേകത നീ പെരുക. സ്റ്റെഫാനോസ് പറയുന്നു, അവർ മിസ്രൈമിൽ പെരുകി പെരുകി പെരുകി. വാഗ്ദത്തം വെളിപ്പെട്ടാൽ ദൈവസഭ പെരുകും 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 പെരുകും. അമ്പിയർ കോണത്ത് പെരുക, മലയങ്കീട് പെരുക, കാട്ടാക്കട പട്ടണത്തിൽ പെരുക, തിരുവനന്തപുരത്ത് പെരുക, അമേരിക്കയിൽ പെരുക, UK-യിൽ പെരുക, ഓസ്ട്രേലിയയിൽ പെരുക, ന്യൂസിലൻഡിൽ പെരുക, രാജ്യങ്ങളിൽ പെരുക. പിടിക്കാമെങ്കിൽ പിടിച്ചോ. ഇന്ന് പകൽ രാജ്യങ്ങളുടെ നന്മകൾ നിന്റെ കൂടാരത്തെ തേടി വരുന്നു, തേടി വരുന്നു, തേടി വരുമോ. Hallelujah. 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 It will multiply. It will multiply. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്നെ ദൈവം മാനിച്ചാൽ
നിന്റെ വാഗ്ദത്തം നിവർത്തി വെളിപ്പെട്ടാൽ നീ ദൂത് കേട്ടപ്പോ മനുഷ്യൻ ചിരിച്ചു കാണും. അബ്രഹാമിനോട് 3 പുരുഷന്മാർ, അബ്രഹാമേ, അടുത്ത ആണ്ട് നിന്റെ കൂടാരത്തിനകത്തിരിക്കുന്ന ഭാര്യ ഒരു തലമുറയെ നിനക്ക് തരും എന്ന് പറഞ്ഞപ്പോ 89 വയസ്സുള്ള സാറ ചിരിച്ചു. നീ വാഗ്ദത്തം കേട്ടപ്പോൾ, നിന്റെ ദൈവം നിന്നെ ഉയർത്തുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ, ദൈവം നിന്റെ തലമുറയെ മാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ദൈവസഭയെ ഉയർത്തുമെന്ന് പറയുമ്പോ ആരും ചിരിക്കട്ടെ, ആരും ചിരിക്കട്ടെ, ആരും ചിരിക്കട്ടെ, അവർക്ക് ചിരി വരട്ടെ. വാഗ്ദത്തം പറഞ്ഞവേ അവൻ വാക്കുമാറില്ല. അബ്രഹാം പറഞ്ഞു, കർത്താവേ, എന്റെ വിളിയുടെ കൂടെ ഇറങ്ങിയവൾ തന്നെ എന്റെ കൂടാരത്തിനകത്തിരുന്ന് ചിരിക്കുക. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു കാണും, ദൈവമേ, എങ്ങനെ ചിരിക്കാതിരിക്കും? എനിക്ക് 99 വയസ്സായി, എന്റെ ശരീരത്തിനകത്തുള്ള ശക്തി ക്ഷയിച്ചു, ഇനി എനിക്കൊരു സാധ്യതയില്ല. ഇറങ്ങി തിരിച്ചപ്പോഴുള്ള ആരോഗ്യം ഇന്നില്ല. ഇന്ന് ആ വാഗ്ദത്തം പിടിച്ചെടുക്കാനുള്ള കൃപ എനിക്കില്ല. എൻ്റെ കണ്ണ് ബലഹീനമാണ്, എൻ്റെ ശരീരം ബലഹീനമാണ്. ഇന്ന് പകൽ അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? പാസ്റ്ററേ, വാഗ്ദത്തം ഒത്തിരിയുണ്ട്, പക്ഷെ എനിക്കത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ശരീരം ബലഹീനമാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ വാഗ്ദത്തം ചെയ്യുന്നത് സാധ്യതകളെല്ലാം അസ്തമിക്കുമ്പോ അസാധ്യങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവ സാധ്യത വെളിപ്പെടുത്തുമെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ഈ ശേഷിച്ച കണ്ണ് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കാണും. സാറേ, നീ എങ്ങനെ ചിരിക്കാതിരിക്കും? നിനക്കെന്റെ ശരീരത്തിന്റെ ബലഹീനത അറിയാം. ഇന്ന് പകൽ നാം കേട്ട ദൂത് പലപ്പോഴും നമ്മുടെ വീട്ടിനകത്ത് പോലും വന്ന് പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർക്ക് നമ്മുടെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും ആ ദൂതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോ ഒരു സാധ്യതയും കാണില്ല. ഇന്ന് പകൽ കേട്ടോ, ഇന്ന് പകൽ കേട്ടോ, അബ്രഹാമിന്റെ വാഗ്ദത്ത കാലമെടുത്തപ്പോ അവനിൽ വാഗ്ദത്തം വെളിപ്പെട്ടെങ്കിൽ ദൈവം നിനക്കൊരു കാലം വച്ചിട്ടുണ്ട്. നിന്റെ വാഗ്ദത്തത്തിന്റെ കാലം വച്ചിട്ടുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്കൊരു കാലം വച്ചിട്ടുണ്ട്. നിന്റെ സഭയ്ക്കൊരു കാലം വച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടിയുള്ളൊരു കാലഘട്ടം വച്ചിട്ടുണ്ട്. അതുവരെ മനുഷ്യൻ ചിരിക്കുമായിരിക്കുക, അതുവരെ മനുഷ്യൻ പരിഹസിക്കുമായിരിക്കുക. വാഗ്ദത്ത കാലമെത്തിയോ, നിന്റെ പെരുക്കം കാണുമ്പോ മിസ്രയീം ഭയക്കും. നിന്റെ പെരുക്കം കാണുമ്പോ മിസ്രയീം ഭയക്കും. ആർക്ക് ഈ ദൂതിനോട് ആമേൻ പറയാൻ കഴിയും? ദൈവം എന്നെ പെരുക്കും, അപ്പോൾ ജനം ഭയക്കും. ഹലോ, ദൈവം എന്നെ പെരുക്കും, അപ്പോൾ ചിരിച്ചവർ ഭയക്കും. കാരണം അവരൊരു രാജ്യമായി എഴുന്നേറ്റു. ഒരു ദൂത് ഞാൻ പറയട്ടെ. എപ്പോഴും ദൈവദാസൻ എന്നോട് പറയാറുണ്ട്, വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്.
2 വീടുകൾ മാറി മാറി ടാർപോളിയം കെട്ടി ആരാധിച്ചു തുടങ്ങിയതാ. ഇന്ന് ഈ ദേശത്തിന്റെ ഹൃദയഭാഗത്ത് മനോഹരമായ ആലയമുണ്ട്. പക്ഷേ ശൂന്യതയ്ക്കകത്ത് പലരും ചിരിച്ചതാ, പലരും കളി പറഞ്ഞ് ചിരിച്ചതാ. പക്ഷെ വാഗ്ദത്ത കാലമെടുത്തപ്പോ പലരും ഭയക്കുന്നുണ്ട്. ഇവർ വളർന്നോ, ഞങ്ങളുടെ സ്ഥിതി എന്താകും? ഹലോ, ദേശം നിന്നെ ഓടിക്കാൻ നോക്കി. വാഗ്ദത്ത കാലം വരുമ്പോൾ നീ പെരുകും. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? നീ പെരുകും, നിന്റെ സംഭവി പെരുകും, നിന്റെ സഭ പെരുകും. അപ്പോൾ ദേശം ഭയപ്പെടും. നിന്റെ ശുശ്രൂഷ പെരുകുമ്പോ ചിരിച്ചവർ ഭയപ്പെടും. വലിയൊരു ആത്മമറവ്, ഒരു പെരുക്കുന്ന അഭിഷേകം. മൾട്ടിറ്റ്യൂഡ് കൂട്ടമായി കയറി വരുന്ന അഭിഷേകം. ദൈവം നമ്മളെ പെരുക്കുമ്പോൾ, ദൈവം നമ്മെ പെരുക്കുമ്പോൾ ജാതികൾ ദൈവസ്നേഹം അറിയും. നിങ്ങൾ സ്തോത്രം പറയുമെന്ന് എനിക്കറിയില്ല. ഹലോ, നമുക്ക് ജാതികളെ വേണം. സഭയ്ക്കകത്ത് നമുക്ക് വിശ്വാസികളെ വേണ്ട. സ്തോത്രം പറഞ്ഞില്ല. അവിടുന്ന് ചാടി ഇവിടുന്ന് ചാടി വേണ്ട. യേശു ആരെന്നറിയാത്തവർ വരണം. നമുക്ക് ആടുമോഷണം വേണ്ട. നമ്മുടെ പെരുക്ക് ദൈവം പെരുക്കുമായി മാറണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു മരണത്തിന് നമ്മുടെ ആലയവുമായി നിൽക്കുന്ന ഒരു ദൈവദാസിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവരുൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയിൽ എനിക്കറിയാവുന്ന ഒരു സ്നേഹിതൻ, ഒരു ദൈവദാസം വന്നു എന്നോട് ചോദിച്ചു, പാസ്റ്റേ എവിടെ? ഞാൻ പറഞ്ഞു, ഇന്നടുത്ത സ്ഥലം, ഇന്നതാലയം. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് ആ പള്ളിക്കടുത്ത് മേപ്പൂർക്കടയ്ക്ക് അടുത്ത് വേറൊരു സഭയുണ്ട്. ഞാൻ ചോദിച്ചു, പാസ്റ്റേ എങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങളൊക്കെ? എന്നോട് പറഞ്ഞു, പാസ്റ്റേ ആടുകള്ളന്മാരെ കൊണ്ടൊരു രക്ഷയും ഇല്ല. ഞാൻ ചോദിച്ചു, പാസ്റ്റേ എന്നാ പറ്റി? പാവം പിടിച്ചൊരു അപ്പച്ചൻ പാസ്റ്റർ ആരാധന നടത്തിക്കൊണ്ടിരുന്നേ. 10-20 വിശ്വാസികളുണ്ടായിരുന്നു. ഇന്ന് ആ അപ്പച്ചൻ പാസ്റ്റർ കൊണ്ടൊരു തമ്പേറുണ്ട്. ഹലോ, അപ്പച്ചൻ പാസ്റ്ററുണ്ട്, തമ്പേറുണ്ട്. ഞാൻ ചോദിച്ചു, പാസ്റ്റർ എവിടെ പോയി വിശ്വാസികളല്ല? ഇത് വലിയ ദൂത് വന്നടിച്ച് വലുതിനെയൊക്കെ തോളിലിട്ട് കൊണ്ടുപോവാ. എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ആ അപ്പച്ചൻ്റെ അവസ്ഥ എനിക്കറിയാന്നുള്ള, നമ്മുടെ പേര് പറഞ്ഞ ലൈവുവാ. അപ്പച്ചൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? കഷ്ടപ്പെട്ടൊരായുസ് മുഴുവനും അധ്വാനിച്ച് സഭയുണ്ടാക്കിയതാ, ഒരു നന്മയും ഉണ്ടായിട്ടില്ല. ആരോഗ്യം മുഴുവൻ ക്ഷയിച്ചിരിക്കുമ്പോൾ ആടിന്റെ നന്മ കണ്ട് അനേകർ പിടിച്ചു കൊണ്ടുപോവാ. ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെ അറിയാത്ത സഹോദരങ്ങൾ കയറി വരട്ടെ. ക്യാൻസർ രോഗികൾ കടന്നു വരട്ടെ.
ദൈവത്തെ അറിയാത്തവർ കടന്നു വരട്ടെ. ദൈവ സ്നേഹം അറിയട്ടെ. അങ്ങനെ ഒരു പരിപ്പ് ഞങ്ങളുടെ ആലയത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കഴിഞ്ഞ ദിവസം എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തിയോട് ഞാൻ സംസാരിച്ചവൻ പറഞ്ഞു, പാസ്റ്റേ, വിദേശ രാജ്യത്തുള്ള എല്ലാ ദൈവദാസന്മാരും മലയാളികളെ തപ്പി നടക്കുക. എന്തിനാ മലയാളികളെ ഒന്ന് പള്ളിയിലാക്കാൻ? ഇവർ ഓൾറെഡി പള്ളിയിലായവരാ. അവര് പോയില്ലേലും അവര് പള്ളിയിൽ വരും. ഹലോ. പക്ഷേ ആ വ്യക്തി എന്നോട് പറയുക, ലോകത്തിലെ ഏറ്റവും വലിയ സാത്താന്യ ആരാധനകൾ അഭിഷിക്തന്മാരുടെ മണ്ണെന്ന് പറഞ്ഞ യൂറോപ്യൻ മണ്ണിൽ വാണുകൊണ്ടിരിക്കുമ്പോൾ അനേക പെന്തക്കോസ്ത് തലമുറകൾ സാത്താന്യ അടിമകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ആത്മഭാരം ഞാൻ പറയാം, വിശ്വാസികളെ വീണ്ടും വിശ്വാസിയാക്കുകയല്ല. വിശ്വാസികളെ വീണ്ടും വിശ്വാസിയാക്കുകയല്ല, സാത്താന്യ അടിമത്തത്തിലുള്ളവരെ ദൈവ സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു പെരുപ്പമുണ്ടാകട്ടെ. ഇന്ത്യയുടെ 29 സ്റ്റേറ്റുകളിൽ അതുപോലൊരു ഉണർവ് ചലിക്കട്ടെ. യേശു ആരമറിയാത്ത അവിടേക്ക് ഇറങ്ങിച്ചല്ലോ. മിഷണറിമാർ എഴുന്നേൽക്കട്ടെ. ഞാൻ അങ്ങനെ കൊതിക്കുന്നുണ്ട്. വാഗ്ദത്ത കാലം എത്തുമ്പോൾ പെരുകിയാൽ മിഷണറിമാർ എഴുന്നേൽക്കും. പട്ടണത്തെ ദൈവസഭ പിടിക്കും. അന്ന് നീ പറയും, എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അവൻ നിറവേറ്റി. അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞപ്പോ കൂടാരത്തിനകത്തിരുന്ന് ചിരിച്ച സാറയില്ലേ? എബ്രായ ലേഖനത്തിനകത്ത് ധന്യനായ പൗലോസ് ശ്ലീഹ ദൈവാത്മാവിൽ പറയുന്നു, അബ്രഹാമിനോടുകൂടെ സാറയും വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചു. നിനക്കിന്ന് ഈ വാഗ്ദത്തം കേൾക്കുമ്പോ വിശ്വസിക്കാൻ കഴിയില്ല. നിന്റെ കുഞ്ഞ് ഈ ലെവലിലെത്തുമെന്ന് പറയുമ്പോൾ, നിന്റെ സഭ ഈ ലെവലിലെത്തുമെന്ന് പറയുമ്പോ, നിനക്ക് പട്ടണങ്ങളെ പിടിക്കാൻ അഭിഷിക്തന്മാർ എഴുന്നേൽക്കുമെന്ന് പറയുമ്പോ നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക, ഉൽപ്പത്തിയിൽ ചിരിച്ചവൻ എബ്രായ ലേഖനത്തിൽ വചനം പറയുന്നു, അവൾ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചു. ഒരു നിമിഷം കൺകളെ മൂടാമോ? ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് അത് ഉയർത്തിയാണ് നമ്മളൊരു പാട്ടിന്റെ ഈരടികളെ പാടും. അതിനു മുമ്പ് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയാണ് കർത്താവിനോട് പറ, പലപ്പോഴും ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ ചില അവിശ്വാസത്തിന്റെ ചിന്തകൾക്കകത്ത് മുങ്ങിപ്പോയിട്ടുണ്ട്. ധൈര്യത്തോടെ പറ, കർത്താവേ, എൻ്റെ വാഗ്ദത്ത കാലം എത്തുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ആ വാഗ്ദത്തം കാണും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഓൺലൈനിലൂടെ കാണുന്നവ നിൽക്കാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്ക് നിൽക്കാം. മുഴങ്കാലിരിക്കാൻ കഴിയുമെങ്കിൽ ഒരു നിമിഷം മുഴങ്കാലിരിക്കാം. നിങ്ങളുടെ ശിരസിന്റെ മേൽ കരം വച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ആ വലതുകരം ശിരസിന്റെ മേൽ വച്ചാട്ടെ. ഇന്ന് പകൽ ആ വാഗ്ദത്ത കാലത്ത് ഞാൻ ഇന്ന് പകൽ തുറക്കുകയാണ്.
വാഗ്ദത്ത കാലത്ത് ഞാൻ നിങ്ങളുടെ മുൻപിൽ തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ജൂൺ മാസം 9-ാം തീയതി പിതാക്കന്മാർ കേട്ട വാഗ്ദത്തത്തെ, ആമേൻ, ഞങ്ങൾ കേട്ട വാഗ്ദത്തത്തെ, ഞങ്ങൾ കേട്ട ദൈവശബ്ദത്തെ, ഞങ്ങളുടെ സഭ കേട്ട ദൈവശബ്ദത്തെ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി ആത്മാവിൽ അവനെ തുറന്നു പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ പെരുപ്പം വെളിപ്പെടട്ടെ. മകത്വത്താലോടും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിനെ ആമേൻ കരമടിച്ച് തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാൽ, ഓ ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും, ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുക, ഓ ഇല്ല ഇല്ല ഞാൻ പതറുക. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ ഓ വാക്കുമാറുമോ,
ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തക്കാലം കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളോട് അരുളി ചെയ്ത ഞങ്ങളുടെ വാഗ്ദത്തക്കാലം എടുത്തിരിക്കാൻ നന്ദി പറയും. ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. മഹത്വമെല്ലാം മതിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഒരു ദിവസം